السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ബഹുമാനപ്പെട്ട പരിശുദ്ധ മുഅ്മിനീകളെ, ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസ ഈ സമയത്ത് നേരിട്ടുള്ള തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ. ബഹുമാനികളെ, ഇപ്പൊ ചൊല്ലൽക്കത്തെ ഈ പദ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്തിനായിട്ട് ഈ പദ, അതായത് ഒരു മാസം ഒരു തിങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എടുത്ത ഇബാദത്തിന് അള്ളാഹു സ്വീകരിക്കട്ടെ ചൊല്ല പദായിട്ട് അത് കേട്ടവണു വ ഇയ്യാക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ, അല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും തിരിച്ചിട്ടും ചൊല്ലാം. അത് ചൊല്ലണം, നല്ലതായ കാര്യമായിട്ട്. തഹ്നിയത്ത്, അതായത് മുസ്ലിം പരസ്പരം കണ്ടാൽ പ്രത്യേകമായിട്ട് പെരുന്നാൾ ദിവസത്തിൽ ആക്കേണ്ട വിഷയമായിട്ട് തഖബ്ബലല്ലാഹു, മേ അള്ളാഹ് accept our good deeds, ഞങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ തോറും ആശീർവാദമായിട്ട് ഈ ഒരു പദ. പിന്നെ GCC കൺട്രി സംബന്ധിച്ചിടത്തോളം കുല്ലു ആം വഅൻതും ബിഖൈർ, എല്ലാ വർഷം നിങ്ങൾ ഖൈറാവട്ടെ. അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ വർഷം മെനി അതായത് മിനൽ ആയിദീൻ മിനൽ ഫായിസീൻ എന്ന് ചൊല്ലാറ്. ಅದಕ್ಕೆ ನಾವು ಮರುವಡಿ GCC ಕಂಟ್ರಿಯಿಂದ ಪರಿಸತ್ತೆ ಬಾಲಕಾರ മിനൽ സാലിമീൻ മിനൽ ഗാനിമീൻ അങ്ങനെ ചൊല്ലേണ്ടതുണ്ട്. എന്താ മിനൽ ആയിദീൻ ചൊന്ന, എന്തിനാ ആയിദീൻ ചെന്നെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ മെനി റിട്ടേൺ ഡേ ടു യു, ആയിദീൻ തിരിച്ചിട്ട് വരട്ടെ, ഇങ്ങനെയുള്ള ഒരു സന്തോഷ സുദിന എന്ന് ചൊല്ലിയത്. മിനൽ ഫായിസീൻ, ഫായിസിനെ കൊണ്ടുള്ള ഉദ്ദേശം അതായത് ബിരിലുള്ള ഫായിസ് ഫാസ വിജയിക്കട് ബിരിലുള്ളാഹി സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ബിൽ മഗ്ഫിറ വ ഇത്ഖ മിനൻ നാർ ബഅദ ശഹ്രി റമളാൻ. ഷവ്വാൽ ഒന്നുകല്ലെ പെരുന്നാളാവട്ടോ മിനൽ ആയിദി മിനൽ ഫായിസി കൊണ്ടുള്ള ഉദ്ദേശമാണ് ഈദ് തിരിച്ചിട്ട് മെനി റിട്ടേൺ ആയിട്ട് വരട്ടെ. രണ്ടാമത് മിനൽ ഫായിസീൻ, ഫായിസി പറഞ്ഞാൽ ചെന്നെങ്കിൽ പിന്നെ ഫായിസി മിനൽ മഗ്ഫിറത്ത് കൊണ്ടിട്ടും പിന്നെ ഇത്തക്കിട് നരകത്തെ ഇത്തക്ക് മോക്ഷ പരലോക മോക്ഷ ആകൽ കൊണ്ടിട്ടും ഉള്ള വിജയങ്ങളെ കൊടുത്തൽ പെടുത്തട്ട് മിനികളെ. അത് കേട്ടെങ്കിൽ മിനൽ സാലിമീൻ മിനൽ ഗാനിമീൻ അങ്ങനെ ചൊല്ലണു. അത് ഞങ്ങളുടെ രായത്തിൽ അങ്ങനെ ബാധകല്ല. ഞങ്ങളുടെ രായത്തിൽ ബാധകമുള്ളത് പിരിസത്ത മുഅ്മിനീകളെ സലാം, മുസാഫത്ത് ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാധാന്യം കൊടുത്തതായ ഒരു വിഷയമായിട്ട് ഈ മുസാഫാത്ത്. സന്ദർഭോചിതമായിട്ട് ഇന്നത്തെ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാൻ ചൊന്നിട്ടില്ലേ, എല്ലാവരും മുസാഫാത്ത് ആക്കും. ഇത് മറക്കാതെ കണ്ടാക്കും. അഫ്സുസ് സലാമ ബൈനക്കും, അതായത് നിങ്ങളുടെ സലാമിന്റെ പുറത്ത് ചൊന്ന പോലെ മുസാഫത്തിന്റെ പുറത്തെങ്കിൽ ഇല്ലാ ഗഫറല്ലാഹു ലഹുമാ, അതായത് ഒരു ഹദീസിൽ ചൊല്ലിയ മാമിൻ മുസ്ലിമീനി യൽതഖിയാനി പിന്നെ ഫയതസാഫഹാനി ഇല്ലാ ഗഫറല്ലാഹു ലഹുമാ. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ മാമിൻ മുസ്ലിമീനി പിന്നെ മുൽതഖിയൈനി യൽതഖിയാനി രണ്ടാളും കണ്ടുമുട്ടിയാൽ ആകെ രണ്ടാളും മുസാഫത്ത് കൊടുക്കണം. കൈയുടെ ഷേക്ക് ഹാൻഡ് ചൊല്ലാതിപ്പോ ഷേക്ക് ഹാൻഡ് ഷേക്ക് ആക്കണം. അയാളുടെ പോലത്തെ കൈ നന്റെ പോലത്തെ കൈ. ഇല്ലാ ഗഫറല്ലാഹു ലഹുമാ, അള്ളാഹു രണ്ടാൾക്കും പുറത്തു കൊടുക്കാതെ അങ്ങ ആ കൈ കൊടുത്തിട്ട് കൈ കുലുക്കിയിട്ട് കുൽക്കുമ്പത്തുകു ഇല പൂനെ പോലെ അത് അന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാഹു ഫസല്ലിം അലൈഹി വ അഖദ ബിയദിഹി ഫസാഫഹു തനാസറത് ഖതായാഹു കമാ യതനാസറതു പിന്നെ മിന ഷജർ വറഖ ഷജർ. അതായത് ഒരു ചങ്ങായി ഒരു എതിരിൽ വണ്ട മുസ്ലിമും ഇന്നൊരു മുസ്ലിമിന്റെ കൈ കൊടുക്കുമ്പോഴത്തേക്കും ആ കൈ അസ്സലാമു അലൈക്കും എന്തല്ല റാഹത്തല്ലേ ചൊന്ന് കൈ കൊടുക്കുമ്പോഴത്തേക്കും ആ കൈ കൊടുക്കലോട് കൂടിയിട്ട് അവന്റെ ദോഷത്തിന് അള്ളാഹു കൊടുക്കപ്പെടുമെന്ന് സുനൻ ഹദീസ് പഠിപ്പാട്ട് മിനികളെ. ഇന്ന് അത് ചൊല്ലോ കാരണം മുസാഫാത്ത് കംപ്ലീറ്റ് ഒരു ബാനാക്കിയ രൂപത്തിൽ അതിലേക്ക് ബഹുഭൂരിപക്ഷം ഒരു 25% 30% മാത്രം മുസാഫാത്താക്കുന്ന രംഗ ചങ്ങായിമാർ എല്ലാവർക്കും മുസാഫാത്താക്കും. അള്ളാഹു പുറത്തു കൊടുക്കുക മാത്രമല്ല മർത്തോ ഇല എങ്ങനെ കീഴ് വീണ്ടു ആ രൂപത്തിൽ വീണ്ടും അവന്റെ ദോഷം ചൊല്ലുമ്പത്തു
നിങ്ങൾ ഇബാദത്തിന്റെ വിഷയമല്ല, ഇതൊരു ഇബാദത്തായിട്ട്. അപ്പൊ ഇതിന്റെ ഫിക്സഡ് മീസലായ പൈസക്കാർക്ക് മാത്രം സലാം ചൊല്ലണിക്കത്തെ ഒരു കാലം. ഒരു ജീപ്പില് ഒരു കാറില് 4 ആൾ പോയെങ്കിൽ 4 ആൾ സലാം ചൊല്ലിയ വിഷയത്തിലുള്ള അങ്ങ് ഇല്ലെങ്കിൽ അവിടെ തെച്ച 4 ആൾക്കും 4 ആളും സലാം കൈ കൊടുക്കും, മുസാഫാത്താക്കും. ഇതൊരു എക്സാമ്പിളിനെ ചൊന്നിട്ടില്ല. പ്രത്യേകമായിട്ട് റമദാന്റെ ഈ ഈ വിശുദ്ധിയിൽ അള്ളാഹ് ഈ ഭാഗത്ത് എടുത്തിട്ട് സ്വാലിഹായ സൽക്കർമ്മം ചെയ്തിട്ട് ഈദുൽ ഫിത്തർ, ഫിത്തറിന്റെ അർത്ഥം ഫുതൂർ, തിന്നര് സന്തോഷത്തിന്റെ ഫറഹായ ഒരു സന്തോഷത്തെ നാളായിരിക്കും ഞങ്ങൾക്ക് പെരുന്നാൾ ചൊല്ലിയത്. ആ പെരുന്നാൾ സന്തോഷ ഞങ്ങളെല്ലാം മുഅ്മിൻ സഹോദര ബന്ധത്തിൽ പിന്നെ ഊട്ടി ഉണർത്തിയിട്ട് എല്ലാവർക്കും സലാം മുസാഫാത്ത് കൊടുക്കണം. വലിയവണോ ചെറിയവണോ വയസ്സരവണോ ചൊല്ലാണ്ട് പിന്നെ ഭേദമന്യേ ಹರ್ಷತವನು ಫಿರ್ಸತವನು അങ്ങനെല്ലാണ്ട് പൈസകാര പാവത്തവನು കറുത്തവನು വെളുത്തവനല്ല എല്ലാവർക്കും സലാം കൊടുക്കൽ ഞങ്ങളുടെ മേൽ സുന്നത്തുൽ മുഅക്കദായിട്ട് ഫിർസത്ത മുഅ്മിനീകളെ. മാത്രമല്ല കുടുംബ ബന്ധം ചേർക്കലും അതിൽപ്പെട്ടതായിട്ട് കുടുംബ ബന്ധം ചേർക്കൽ. ഈ മറ്റേ ഞങ്ങൾ അണ്ടത്തെ പെരുന്നാളെ ദിവസം, അതായത് പെരുന്നാളായിട്ടുണ്ടോ പെരുന്നാളെ ദിവസം ആദ്യം കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം ചേർത്തെങ്കിൽ ഞങ്ങൾക്ക് 4 ഗുണമുണ്ട്. അതിൽപ്പെട്ട ഒന്ന് റിസ്ക് വിശാലം ഉണ്ടാവും, ദീർഘായുസ് ഉണ്ടാവും വിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ കുടുംബ ബന്ധം ചേർക്കണം. മൻ വസലഹു വസൽതുഹു മൻ വസലന വസൽതുഹു മൻ ഖതഅ ഖതഅതു. അതായത് അല്ലാഹു ചൊല്ലിയ കുർസിയ ഹദീസിൽ നന്റെ ആരെങ്കിലും ചേർത്താൽ ഞങ്ങൾ ചേർക്കില്ല, നന്റെ കുടുംബ ബന്ധം മുറിച്ചെങ്കിൽ ഞാൻ അവന്റെ മുറിക്കിടാൻ അല്ലാഹു ചൊല്ലിയ കുർസിയ ഹദീസിൽ വിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ ഞങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം വിട്ടുപിരിഞ്ഞാൻ കെത്തതായ ഒരു സാന്ദർഭിക സാഹചര്യമാണ് ഇണ്ടുള്ളത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ വിസിറ്റ് ആക്കിയിട്ടില്ല. സദക്ക കൊടുക്കുന്ന വിഷയം അതിലുണ്ട്. കുടുംബ ബന്ധം കൊടുത്തേക്ക് 2 കൂലി, ഒന്ന് കുടുംബ ബന്ധം ചേർത്തതും പിന്നെ സദക്ക കൊടുത്തതും. ഇതെല്ലാം പെരുന്നാളിന്റെ ദിവസത്തിൽ ആക്കേണ്ട പ്രവർത്തനങ്ങളാണ്. അവിടെ കുടുംബത്തിൽ പോയിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ ഫിർസത്ത് ജന്മം നൽകിയ ഉമ്മയുടെ പാടണം. മാതേറ ദൂദ് ഹക്ക് അംശ അതാക്കിയ ഹോഗ. നമുക്ക് മുലപ്പാൽ തന്ന കുറെ ഉമ്മമാർ ഖബറുകളിലായിട്ടില്ല. ഞങ്ങളെ ഫിർസത്ത് ഉമ്മയുടെ ഫസ്റ്റ് ആദ്യമായിട്ട് സർച്ചും തല മുത്തണം, ആദ്യമായിട്ട് കൈ മുത്തണം. ഉമ്മയുടെ ഭയത്തിൽ ഞങ്ങൾക്കൊരു മീസലായ ഒരു ജാഗിയന്ത ഒരു കാലത്ത് അങ്ങനെ ഉള്ള മദർ ഓഫ് ഗോഡ് ചൊല്ല് ധർമ്മപൂർവ്വം ഇസ്ലാമിലുണ്ട്. അൽ ജന്നത്ത് തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഒരു പെരുന്നാളിന്റെ ദിവസത്തിൽ എൻ്റെ ഉമ്മക്ക് ഒരു തലമുത്തില്ല, ഒരു കൈമുത്തില്ല ആണെങ്കിൽ എന്തൊരു കിടമായിട്ട് മാറും. പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു മുസാഫാത്ത്, ഒരു ചങ്ങായിമാർ മാത്രമല്ല, റായത്തിൽ ജമാഅത്തിൽ പള്ളി ഇറങ്ങി പോകുമ്പോഴത്തേക്കും എല്ലാവരും മുസാഫാത്തായിട്ട് എല്ലാ വിദേശ തലത്ത് വേറെ ടൈപ്പിന്റെ മുസാഫാത്തുണ്ട്. പാകിസ്ഥാനത്തിൽ പോണെങ്കിൽ ബലത്തെ സൈഡ് അവന്റെ എതിർ ബണ്ടവന്റെ ബലത്തെ സൈഡ് തന്റെ ബലത്തെ സൈഡ് കൂട്ടിയിട്ട് 3 സെക്കൻഡ് ഇങ്ങനെ അരകി പിടിച്ചിട്ട് ഈദ് മുബാറക്, ഈദുൽ ഫിത്തർ മുബാറക്, ബർക്കത്താകപ്പെട്ട അങ്ങനെ തഹനിയത്തായിട്ടുള്ള വാക്കുകൾ ചൊല്ലാം. ഇന്ന് സുഡാനിൽ പോണെങ്കിൽ ആദ്യമായിട്ട് അവന്റെ ബലത്തെ കൈ ഞങ്ങളെ ബലത്തെ അവന്റെ നെഞ്ഞി കാച്ചിക്കുന്നു. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം 2 കെന്നെ അവന്റെ ബലത്തെ കെന്നെ ഞങ്ങളെ ബലത്തെ കെന്നെ. അതെല്ലാം ഞങ്ങൾക്ക് കൂടെ ബാധകമല്ല, ഞങ്ങൾക്ക് കൂടെ ഇല്ല അങ്ങനത്തെ ഒരു പരിസ്ഥിതി. ഒന്നെങ്കിൽ അങ്ങനെ ആക്കിടയ്ക്ക് ഞങ്ങളുടെ സ്നേഹബന്ധം ഒന്നും കൂടി ഊട്ടി ഉണർത്തണോ. ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ ഹഖീഖിയായിട്ടുള്ള അള്ളാന്റെ അടിമയുടെയൊക്കെ സംശയമില്ല മുഅ്മിനീകളെ. അപ്പൊ ഈദുൽ ഫിത്തറിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തെ ഭാഗമാക്കണം. പ്രത്യേകമായിട്ട് 4 ദിവസം. പിന്നെ ഫിത്ർ സക്കാത്ത് അത് കൊടുക്കണം. ഒരുപാട് മസാല പഠിച്ചിട്ടിരിക്കുവാറ്. അതായത് 2 കിലോ 600 800 അരിയുടെ വ്യത്യാസമായിട്ടുള്ള മുദ്ദ് കൊടുക്കണം നോമ്പ് പിടിക്കാത്ത ഉമ്മമാർ. പിന്നെ സക്കാത്ത് അത് ഒരുപാട് മസാല പഠിച്ചിട്ടിരിക്കുവാണെങ്കിൽ അത് ഫിത്ർ സക്കാത്ത് പിന്നെ അന്നത്തെ ദിവസത്തിൽ ചെലവഴിച്ചിട്ട് ബാക്കിയുള്ളവൻ എല്ലാ മനുഷ്യന്മാർ ഒരു ബാപ്പ ഉമ്മ അടക്കമുള്ള എല്ലാവരും കൊടുക്കണം. മാപ്പിള പെഞ്ഞായി മക്ക അടക്കമുള്ള എല്ലാവരും കൊടുക്കണം. പാവപ്പെട്ടവനല്ല അടുത്ത ദിവസത്തില് ചെലവ് ഈ കത്തിയില്ലാത്തവൻ കൊടുക്കാനല്ലാണ്ട് ബാക്കിയെല്ലാം കൊടുക്കൽ ശരയുടെ ഹുക്കുമായിട്ട് ജക്കാത്തുൽ ബദനി ശരീരത്തിൽ 30 നാൾ നോക്കി എനിക്കതായ നോമ്പിട് പ്രതികായിട്ട് ജക്കാത്ത് കൊടുക്കൂടെ. അന്നേരം മസാല പഠിച്ചിട്ട് പറഞ്ഞിട്ട് വിചാരിക്കട. ഈ സന്ദർഭത്തിൽ ഞാനത് വിവരിക്കുക പോകണ്ടേ മുഅ്മിനീകളെ. പിന്നെ രണ്ടാമത്തേത് സുബഹി നിസ്കാർ, സുബഹി കുളി കൊണ്ടുള്ള ഉദ്ദേശം പെരുന്നാളിന്റെ കുളി. സൂര്യ ഉദിച്ചാൽ പിന്നെ കുളിച്ചിട്ട് നീയത്തോട് കൂടി ചെറിയ പെരുന്നാളിന്റെ കുളി, സുന്നത്തായ കുലിനെ ഞാൻ കുളിക്കുന്നു. സുന്നത്തായ കുലിയായിട്ട് ജുമായുടെ കുലിയും സുന്നത്തായിട്ട്. പക്ഷെ നീയത്ത് വെക്കലേ ഉള്ളൂ.
നീയത്ത് വെക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നീയത്ത് വെക്കണം. ചില പെരുന്നാളിന്റെ സുന്നത്തുക്കുള്ളേ ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ നീയത്ത് ഞങ്ങൾ അനുസരിച്ചിട്ടുള്ള നീയത്ത്. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ ഡ്രസ് എടുക്കൽ സുന്നത്തുൽ മുഅക്കദ, എടുക്കായ സുന്നത്ത് പുതിയ ഡ്രസ് ഇടുന്ന ദിവസത്തിൽ. ഇനിയിപ്പോ അത് പറക്കേണ്ട ആവശ്യമില്ല, അതൊരു ക്ലാസ് ആവശ്യമില്ല. എല്ലാവരും ഡ്രസ് ഇടാറ് അൽഹംദുലില്ലാ. ഡ്രസ് ഇട്ടിട്ട് ആദ്യമായിട്ട് കുടുംബാദികളോട് വിട പറയുടെ സമയത്തിൽ, അതായത് പള്ളി പോയ സമയത്തിൽ എല്ലാവരും അനുജ്യേഷ്ഠ അത്തിമാർ, അനുജത്തിമാർ, അനുജൻ, ജ്യേഷ്ഠൻ, ഉമ്മ, ബ്രദർ, സിസ്റ്റർ, കുടുംബാദികൾ അവത്തിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു സലാം, മനസ്സിന് റാഹത്താവുന്ന രൂപത്തിലുള്ള സലാം, തൃപ്തിപ്പെടുക്കത്തെ ഒരു സലാം. ആ സലാമു കൊടുത്തിട്ട് പള്ളിക്ക് പോയിട്ട് പള്ളിയുടെ ദീന്റെ പ്രബോധന എന്തിനും ഉണ്ടാവും. ഉസ്താദ് സന്ദേശവാഹന അത് കേട്ടിട്ട് അത് ജീവിതത്തിൽ ഭാഗമാക്കണം. ഉസ്താദിന്റെ സന്ദേശ ഭാഷണത്തിൽ നല്ല നല്ലതായ സന്ദർശിക്കൂ. വഡ്ഡി തിന്നുതീറ, ഹറാം തിന്നുതീറ, ജിനാക്കു തീറ, ഹറാമിലേക്ക് നോക്കൂ തീറ, ഹറാമുക്ക് പോകണു തീറ, ഇങ്ങനെയുള്ള നല്ല നല്ലതായ വിഷയ ഉസ്താദ് സന്ദേശ ഭാഷണത്തിൽ ചൊല്ലു. അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നടക്കുന്ന വിഷയം ചൊല്ലു, കാലിക പ്രസക്തിയായിട്ടുള്ള വിഷയം ചൊല്ലു. അതെല്ലാം കറക്റ്റ് അത് കൊടുത്തിട്ടു ജീവിതത്തെ ഭാഗമാക്കണം. എന്നിട്ട് നിസ്കാരത്തിൻ്റെ തേങ്ങ നിസ്കാരനിക്കടെ മിനികളെ അത് ഉസ്താദ് അവിടെ ചൊല്ലു. ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മിക്കടെ. ഉസല്ലി സുന്നത്ത ഈദൽ ഫിത്ർ റക്അതൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അറബി தெரிഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിലെങ്കിലും ചെറിയ പെരുന്നാൾ എന്നുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്തായിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് വേണ്ടിയിട്ട് ഇമാമോട് കൂടി ആണെങ്കിൽ ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ കൈകെട്ടി. പിന്നെ ആദ്യം തക്ബീർ 5, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ ഓടിട്ട് എല്ലാ ഓരോ തക്ബീറിന്റെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെ 7 വട്ട. രണ്ടാമത്തെ റക്അത്തിൽ 5 വട്ട, അങ്ങനെ 12 തക്ബീർ. പിന്നെ സൂറത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂറത്ത് സബ്ബിഹ് അൽ ഹഖ അതൊക്കെ ഇമാം ഓതൊരു വിഷയമായിട്ടിരിക്കരുത്. അങ്ങനെ ഫാത്തിഹ മാത്രം ഓതാനുള്ളത്. അപ്പൊ അവിടെ നിസ്കാരത്തിന് പിന്നെയായിട്ട് സീലത്തുർ റഹ്ം, പിന്നെ അതായത് ഞങ്ങൾ നേരത്തെ ചെന്ന പോലെ കുടുംബ ബന്ധം ചേർത്തിട്ട് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് നിസ്കരിച്ചിട്ടല്ലത്ത് ദുവാർന്നിട്ടല്ലത്ത്. പിന്നെ ഖുതുബത്തൈനി ഖഫീഫത്തൈനി, 2 ഖുതുബ ശരിക്കും കാത് കൊടുക്കണം. നല്ലതായ അർത്ഥവത്തായിട്ടുള്ള ഖുതുബായിട്ട് അറബിയത് അത് കാത് കൊടുക്കണം. അതിൽ പിന്നെ ആയിട്ട് ഞങ്ങൾ മുസാഫാത്ത്, നേരത്തെ ചെന്ന മുസാഫാത്ത് കണ്ടോടേക്ക് മുസാഫാത്ത് ആരോരുത്തരെ ബാക്കിയില്ലാണ്ട് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് സലാം ഇട്ടിട്ട് പൊതുവായിട്ട് ഓടും ഭർത്തവിടെ അല്ല. അല്ലെങ്കിൽ ക്യാമറ എടുത്തിട്ട് പുറത്ത് ജാലിൽ പോയിട്ട്, അല്ലെങ്കിൽ ഗാർഡൻ പോയിട്ട്, പൂന്തോട്ടത്ത് പോയിട്ട്, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോകണ്ടല്ല. ഫസ്റ്റ് എല്ലാവരും മുത്തലാക്കിയാണ് എല്ലാവരോട് കണ്ടുമുട്ടിയിട്ട്. ചിലപ്പോൾ നീ ബാംഗ്ലൂരിലേക്ക് ആയിട്ട്, ചിലപ്പോൾ ഗൾഫിനേക്ക് കാട്ടിക്കും, ചിലപ്പോൾ റായത്തെങ്കിൽ കൊടുത്തേക്കില്ല, നോമ്പ് വന്നവനായിട്ടിക്കും. പിന്നെ പെരുന്നാൾക്ക് കാണൂ പരസ്പരം മുത്തലാഖത്ത്. പിന്നെ തലാഖിയ, അതായത് പരസ്പരം കണ്ടുമുട്ടുള്ള ഒരു അവകാശമായിട്ട് പെരുന്നാൾ ദിവസം. ആ ദിവസം നീ മിസ്സാക്കണ്ട, 6 മിസ്സാക്കണ്ട. ഞാനടക്കമുള്ള 6 മിസ്സാക്കുക തീര. എല്ലാവർക്കും സലാം, എല്ലാവരും പ്രീതിക്ക് പാത്രമാകണം, എല്ലാവർക്കും മനസ്സ് നിറയണം. എന്നിട്ട് നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ ഗ്രാമത്തിൽ 15, 20, 30 അവയെന്നെങ്കിൽ നിങ്ങൾ അയൽവാസി എല്ലാം ഔത്തുക്ക് പോയിട്ട് ഒരു വിഷാക്കണം. പെരുന്നാളിന്റെ വിഷമിനികളെ വിഷ് പറഞ്ഞാൽ പുതിയ ആധുനിക കാലത്തിലുള്ള വിഷ് പോലെയുള്ള ഇങ്ങനെ ഇപ്പൊ കുത്തിട്ടുള്ള വിഷ് അല്ലെങ്കിൽ ടാറ്റാക്കിയിട്ടുള്ള വിഷ് അതല്ല ഇസ്ലാം പഠിപ്പാട്ടു. ഫസ്റ്റ് മുസാഫഹത്ത് കൊണ്ടുള്ള വിഷ്. ആ പ്രായത്തിൽ ആ കുടുംബത്തിലൊരു ഉപ്പാപ്പുണ്ടോ ഒരു ഉമ്മാമുണ്ടോ സറിച്ചും തല പോയിട്ട് മുത്തണോ, കൈ മുത്തണോ, അങ്ങനെ ദുവാ ഞങ്ങൾ എത്തോളണോ. എല്ലാവർക്കും സ്നേഹ സുഖ സമാചാര ഞങ്ങൾ തെരിയണോ. നബിന്റെ ഹദീസ് ചൊല്ലി സിലുൽ അർഹാം തദ്ഖുലുൽ ജന്നത ബിസലാം. കുടുംബ ബന്ധങ്ങൾ ചേർക്കറു. കുടുംബ ബന്ധം ചേർത്തിട്ട് തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗത്തിക്ക് സലാം കൊണ്ട് നിങ്ങൾ പോറും, രക്ഷപ്പെട്ടിട്ട് പോറും. ഇതായിട്ട് ഈദിലെ സന്ദേശ വിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങൾ ഒരുപാട് അനാചാര, അത്യാചാര, അക്രമ, അനീതി ഇതെല്ലാം ആക്കിയിട്ടുള്ള ഞങ്ങൾ ഫേസ് ആക്കിയിട്ടുള്ള മധ്യപ്രാച്യ പ്രദേശങ്ങൾ, മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ യുദ്ധാക്കിയിട്ടുള്ള ആ യുദ്ധത്തെ പിന്നെ അതിന്റെ പ്രതികൂല കാലാവസ്ഥ, അതിന് പ്രതികൂലമായിട്ട് ഞങ്ങൾക്ക് ബാധകമായിട്ട് ഞങ്ങൾ എത്രയോ സഹോദരന്മാർ ജീസസിൽ സോറാക്കിയിട്ടുണ്ടാവും. അള്ളാഹു അവരെ കാത്ത് സലാമത്താക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആശംസ ആക്കളോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മസാഖത്ത്, എല്ലാ ബുദ്ധിമുട്ട്, എല്ലാ മശക്കത്തിനെ തൊട്ടിട്ട്
അള്ളാഹു അങ്ങനെ സലാമത്താക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ അള്ളാഹ് സലാമത്താക്കട്ടെ. പിന്നെ മാത്രമല്ല 5 ലയാൽ, ഇന്നത്തെ രാത്രി, ഇന്നത്തെ ഈ ജാവ് പ്രത്യേകമായിട്ട് 5 ലയാലിൻ മുസ്തജാബാത്തും ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅ വലൈലത്തുൽ ഈദുൽ അദ്ഹ വലൈലത്തു ഈദുൽ ഫിത്ർ വലൈലത്തു അവ്വലു മിൻ റജബ് വലൈലത്തു നിസ്ഫ് മിൻ ശഅബാൻ. 5, അതായത് ഒന്നാമത്തെ ജുമുഅയുടെ രാത്രി, രണ്ടാമത്തേത് ഈദുൽ അദ്ഹ വലിയ പെരുന്നാളിന്റെ ജാവ്, ഈദുൽ ഫിത്തറിന്റെ ജാവ്, പിന്നെ റജബിയുടെ 1ാമത്തെ ജാവ്, ഷാബാന്റെ 15 ജാവ്. ദുആക്ക് ഇജാബത്തുണ്ട് പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ ദുആർക്കൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് ദുആ സിലാഹുൽ മുഅ്മിൻ, ഞങ്ങളെ ഒരേ ഒരു ആയുധ ഞങ്ങൾ, അതായത് ചീത്തയായ പ്രവർത്തനത്തെ തടയെങ്കിൽ ഞങ്ങൾ ദുആ മാത്രം കഴിവത്രേ. നിന്റെ മോൻ ശരിയില്ല, നിന്റെ കിടവ് സരിയില്ല, നിന്റെ സമുദായം സരിയില്ല, നിന്റെ പെഞ്ഞായി സമയമില്ല, നിന്റെ ഭർത്താവ് സമയമില്ല, ഒരേ ഒരു കാരണം, ഒരേ ഒരു മറന്ന് ദുആ ചൊല്ലതായിട്ട് പരിശുദ്ധ മുഅ്മിനീകളെ. എല്ലാവർക്കും പരസ്പരം ദുആ കൊറും. നിന്റെ സഹോദരയുടെ അഭാവത്തിൽ അവനൊക്കെ ഞങ്ങൾ ദുആർന്നെങ്കിൽ അത് മിസ്ലു ദാലിക ആമീൻ ചൊന്നില്ലേ നേരത്തെ ക്ലാസ്സിൽ. അപ്പൊ അവനുക്കും അതിനെപ്പോലെ നക്കും അതിലെ കൂലി കിട്ടു ചൊല്ലനിക്കത്തെ ആ ഒരു ഓർമ്മ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം പരിശുദ്ധ മുഅ്മിനീകളെ. അതുകൊണ്ട് എല്ലാവർക്കും ഈദ് ആശംസകളോട് കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ ഒരു പുതുജീവനം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പിടിച്ചതായ നോമ്പും ഞങ്ങൾക്കെതായ അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ നസീഹത്ത് എല്ലാവർക്കും നിങ്ങൾ പ്രചാരാക്കുറിച്ചുണ്ട് പൂർണ്ണ ഭരവസയിൽ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നും കൂടി ഈദ് ആശംസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.